നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പ്രേംദാൻ മദർ തെരേസ ഹൗസിലാണ്. നമ്മുടെ ഈ ഹൗസിന്റെ ഈ ആശ്രമത്തിന്റെ സുപ്പീരിയർ സിസ്റ്ററാണ് നമ്മളൊപ്പം ഉള്ളത്. ഒപ്പം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടുത്തെ അന്തേവാസികളായ സഹോദരങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇവിടുത്തെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ ഡൽഹിയിലെ ഈ ഏരിയയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മദർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ലിറ്റിൽ ഫോർ ചെസിലാഡോസറായി എന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഞങ്ങളൊരു 250 പേര് വരാനാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 300-ലധികം ആളുകളുണ്ട് ഇപ്പോൾ. നമ്മുടെ ഇന്നത്തെ അവസാന തിരുനാളെ കഴിഞ്ഞ് എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഒരു ലണ്ടൻ ചാരിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ 270 കുടുംബങ്ങളാണ്. 270 കുടുംബങ്ങൾ. അവിടുത്തെ കാറ്റഗിസം കുട്ടികളുണ്ട്, കാറ്റഗിസം ടീച്ചേഴ്സ് ഉണ്ട്, പാരിഷ് കൗൺസിലേഴ്സ് ഉണ്ട്, സംഘടനകളുടെ ഭാരവാഹികളുടെ എല്ലാ നാഥന്മാർ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സമൂഹത്തിലേക്ക് പ്രത്യേകം സ്വാഗതം. നമ്മുടെ കുട്ടികൾ സിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു ചെറിയ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു ക്രമീകരണം ഇങ്ങനെയായിരിക്കും. നമുക്ക് ഇവിടുത്തെ ഒരു സ്ഥലപരിമിതി അറിയാമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഭക്ഷണം ഇവർക്ക് നമ്മൾ കൊടുക്കുന്നു. കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ ആ ഭാഗത്താണ്, അവിടെയാണ് ഇരിക്കുന്ന ടേബിളാണ് സെർവിങ് ടേബിള്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇത് കഴിയുമ്പോൾ പാട്ടും കുട്ടികളുടെ ചെറിയ ഡാൻസും കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് ക്ലിയർ ചെയ്യണം. അവിടുന്ന് മാറിക്കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം സെർവ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവരോട് വരികയും എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം. അമ്മമാരോട് എല്ലാവരോടും മിങ്കിൾ ചെയ്യുകയും അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്യണം ആ സമയത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് ഇവർ കഴിച്ച് നമുക്ക് പുറത്ത് നമുക്കുള്ള ഭക്ഷണങ്ങൾ നമ്മളത് അതേ ഭക്ഷണം തന്നെ പുറത്ത് ക്രമീകരിക്കുന്നതാണ്. കാരണം ഇവിടെ സൗകര്യം കുറവായതുകൊണ്ടാണ് അത് നമ്മൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ ഇവിടുത്തെ ആക്ടിവിറ്റികളെ എക്സ്പ്ലെയിൻ ചെയ്യും. Wish you all a happy feast on Hosanna. ഞങ്ങളിവിടെ പ്രവർത്തനം തുടങ്ങിയത് 1994. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ 102 പേരുണ്ട്. അന്തേവാസികളായിട്ട് 102 പേരുണ്ട്. ഒരു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഞങ്ങളുടെ പ്രത്യേക വർക്ക് ഇവർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് ടൈലറിങ് ക്ലാസ് ഉണ്ട്. അതൊരു 10-15 പിള്ളേർ ഇവിടെയുള്ള ജുബികളിൽ നിന്ന് വരുന്ന ആളുകളാണ്. 10-12 പിള്ളേരുണ്ട്. അവർ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഫാമിലി വിസിറ്റിങ്ങിന് പോകും. ചില സമയത്ത് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാവരും ചില സമയത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ഈ മഠത്തിൽ ഇടയ്ക്ക് ധ്യാനമൊക്കെ നടക്കും. വർഷത്തിൽ 3-4 ധ്യാനം നടക്കും. അതിൻ്റെ പേരിൽ ചില ദിവസം പോകാൻ സാധിക്കില്ല ശരിക്കും. പക്ഷേ മെയിൻ വർക്ക് ഞങ്ങളുടെ ഈ ഇവിടെയുള്ള അന്തേവാസികൾക്കുള്ള
ജോലിയാണ്. അത് 102 പേരുണ്ട്. അപ്പോൾ അവരുള്ള ജോലിയൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വേറെ ആളുകൾ വന്ന് സഹായിച്ചുകൊണ്ടാണ് ഈ ഡാൻസ് നടക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവരുടെ ഇവിടെ വന്ന് എല്ലാം ചെയ്തതിന് വളരെ ഉപകാരം. All the best. Even though I am a Malayali, but I am for a long, more than 53 years I am away from Kerala, so it is not possible to speak for me. Okay, thank you. Thank you, sister.
പാട്ട് പാടുകയാണ്. ആ പാട്ട് കഴിഞ്ഞ് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. In desperation, I turn to heaven and spoke your name into the night. Into the darkness, your loving kindness torn through the shadows of my soul. The work is finished, the end is written. Jesus Christ, my living hope. Could imagine so great a mercy. When God my Father, such boundless grace. The God of ages stepped down from glory to wear my sin and bear my shame. The cross has spoken, I am forgiven. The King of Kings was being known, my living hope. Hallelujah, praise the one who set me free. Hallelujah, there has lost his grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है। मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है।
ഇന്ന് ഓശാന ഞായറാഴ്ച എല്ലാവരും ഇത്രമേൽ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ഇവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ ഇനി ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഉള്ളത്, നിങ്ങളെല്ലാവരും വളരെ ജനറസ് ആയിട്ട് ഡൊണേറ്റ് ചെയ്തു അല്ലെ? കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഇരട്ടി ക്രോസ് ചെയ്തു. വളരെ കാര്യമായിട്ട് ഈ കാര്യങ്ങൾക്ക് നമ്മൾ സാധനം കൊണ്ടുപോകുന്നത് നമ്മൾ 3 സ്ഥലത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്തു. സാധനങ്ങൾ അല്പം നമ്മൾ 4ാമതൊരു സ്ഥലത്ത് കൂടി സാധനങ്ങളോട് മാറ്റിച്ചു. വസന്ത കുട്ടികൾ നമ്മുടെ കുട്ടികളുടെ ഭവനമുണ്ടല്ലോ, എക്സസൈസിന്റെ അവിടെയും കൂടി നമ്മൾ കൊടുക്കാനായിട്ട് അല്പം സാധനങ്ങൾ അവിടെയും മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിന്റെയും ബാക്കി നമ്മുടെ ലംഘന്റെ ചെലവ് കഴിഞ്ഞിട്ട് അതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 2,20,000 രൂപയും അതില് നമ്മള് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുക. 1,00,000 രൂപ നമ്മൾ ഈ ഭവനത്തിന് കൊടുക്കുന്നു, 70,000 രൂപ ആകാശപർവ്വത ആശ്രമത്തിന് കൊടുക്കുന്നു, 50,000 രൂപ ശാന്തിനികേതൻ ആശ്രമത്തിന് കൊടുക്കുന്നു. ആ രീതിയാണ്. അപ്പൊ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് നമ്മുടെ ഇടവകയുടെ കൊച്ചു സമ്മാനം, ബാക്കി സാധനങ്ങൾ നമ്മൾ അവിടെ ഇറക്കി വെക്കുന്നതാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് ക്ഷണിക്കുന്നു. നമ്മുടെ 2 കൈക്കാരന്മാരും പിതൃവേദിയുടെ ഭാരവാഹികളും മുമ്പോട്ട് വരിക. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന കൈക്കാരന്മാരും പിതൃവേദിയുടെ ഒപ്പം നമ്മുടെ കുഞ്ഞ് ഏബേലിൻ കണ്ട അവന്റെ ഒരു കുടുക്ക പൊട്ടിച്ച് അവനും കൊണ്ടുവന്നിട്ടുണ്ട്. അവനും അത് കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. കുടുക്ക പൊട്ടിച്ച് കൊണ്ടുവന്നാണ്. വേഗം കൈക്കാരന്മാരും പിതൃവേദി ഭാരവാഹികളും വേഗം കൊണ്ടുവരിക. നമ്മുടെ ഇടവകയുടെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് നമ്മളെല്ലാവരും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക്